നിങ്ങളുടെ പേഴ്സൺ സീക്രട്ട് ആയിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കാം, ഒരുപാട് സങ്കടത്തിലിരിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥിരത, സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവണം. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷ വെക്കാവുന്നതാണ്. വളരെ, അതായത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഈ വ്യക്തി നൽകുമെന്നുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മേ ബി നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിനെല്ലാം ഒരു വാല്യുബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം, വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ. യെസ്, എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ എവിടെയൊക്കെയോ ചില ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയധികമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കുന്നതിൽ ഇടയിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സ്ഥിരത ഇല്ലായ്മ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കുറഞ്ഞും കൂടിയും പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സീക്രട്ടായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പിന്നിലുള്ള എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസും മാറി ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കവുമായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ നൽകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ആ ഒരു വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഈ വ്യക്തിയെ വിശ്വസിക്കാവുന്നതാണ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. യെസ്, വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ആ വ്യക്തിക്കുള്ളത് എന്ന് കാണുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നതും. യെസ്, ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ അവർ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് പറയുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം അവർ നിങ്ങളെ പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു സമയത്ത് അവർ സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളെ നേരിൽ കാണണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷനിലാണ്, നിങ്ങൾ സങ്കടത്തിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു മൊമെന്റിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വ്യക്തി നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കാണണമെന്നും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നും അത്രയധികം ഡീപ്പായിട്ടുള്ളൊരു റൊമാൻറ്റിക് ഫീലിംഗ് ആണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഓക്കെ. അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു മൊമെന്റിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ മാറ്റി വയ്ക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നു. ആൻഡ്
ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. നിങ്ങളെക്കുറിച്ച് മാത്രം എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ഐ മിസ് യു. ഓക്കെ. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഓൾവേസ് യു ആർ ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു. ഓക്കെ. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാനോ നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയെ കാണുവാനോ പോലും അവർക്ക് കഴിയുന്നില്ല. ഐ വോണ്ട് യു ടു ബി ഹാപ്പി. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. ഓക്കെ. നിങ്ങളുടെ പിക്ചേഴ്സ് എപ്പോഴും അവർ നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ആൻഡ് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട്. ഐ നീഡ് സ്പേസ്. ഓക്കെ. അവർക്ക് കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഡൗട്ട് ഉണ്ടായിരിക്കാം. ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അവരെ അതിനൊന്നും അനുവദിക്കുന്നില്ല. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനോ നിങ്ങളുമായിട്ട് നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനോ ഒന്നും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അത്രമാത്രം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാവാം. ഓക്കെ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക. കുറച്ച് ടൈം കൊടുത്ത് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. വളരെ സീക്രട്ട് ആയിട്ട് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ പറഞ്ഞത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം. ലെറ്റർ കെ. ലെറ്റർ ജെ. സെൻസിറ്റീവ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഒരു വ്യക്തിയായിരിക്കാം. റിയാക്റ്റീവ് ആണ്. പെട്ടെന്ന് കാര്യങ്ങൾക്കെല്ലാം പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം. ദിസ് മന്ത്. ഈ ഒരു മാസം. ഓക്കെ. ക്രേസ് ഓൺ വെഹിക്കിൾസിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകതരമായിട്ടുള്ള വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ്. നമ്പർ 90 മേ ബി. ചിലപ്പോൾ ക്രേസ് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം. ഓക്കെ. ടാറ്റു ആർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ടാറ്റു ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ ബി. ജൂൺ മന്ത്. ഓക്കെ. ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. നമ്പർ 9. ലോങ് ഹെയർ. നിങ്ങളിൽ ഒരാൾക്ക് ലോങ് ഹെയർ ആയിരിക്കാം. വൈ. ലെറ്റർ എച്ച്. ലെറ്റർ സി. ആർട്ടിസ്റ്റ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം. 26. ലെറ്റർ എസ്. 27. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ്.